ക്യാപ്റ്റൻ കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ഹോം ഗ്രൗണ്ടിലാണ് ആദ്യ മാച്ച്. കണ്ണൂരിലെത്തി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ ആവേശം തീർക്കുകയായിരുന്നു. പാർട്ടി വലിയ പ്രതിസന്ധി നേരിടുന്ന ഘട്ടം. ഇന്നലെ ഈ നേരം പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി കണ്ണൂരിലെ ഒരു മുതിർന്ന നേതാവ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരായ വലിയ കടന്നാക്രമണം നടത്തുകയായിരുന്നു. പക്ഷേ എന്നാൽ 24 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും വിജയത്തിന്റെ ശരീരഭാഷയുമായി പിണറായി വിജയൻ കണ്ണൂരിലേക്ക് ഇറങ്ങി. എയർപോർട്ടിൽ പ്രവർത്തകരുടെ, നേതാക്കളുടെ സ്വീകരണം. അത് കഴിഞ്ഞിപ്പോൾ റോഡ് ഷോ തുടരുകയാണ്. മട്ടന്നൂർ മണ്ഡലത്തിലാണ് എയർപോർട്ട് കിടക്കുന്നത്. അവിടെ നിന്നും തന്റെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്തേക്ക് എത്തുന്നു. ആദ്യം അഞ്ചരക്കണ്ടി പഞ്ചായത്ത്, അത് കഴിഞ്ഞ് വേങ്ങാട് പഞ്ചായത്ത്, ഇപ്പോൾ പിണറായി പഞ്ചായത്തിലേക്ക്, പിണറായി കൺവെൻഷൻ സെന്ററിനടുത്തേക്ക്, പിണറായി നഗരത്തിലേക്ക്, പിണറായി കവലയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. പാർട്ടിക്കേറെ അടിത്തറയുള്ള മണ്ണിലൂടെയാണ് ഈ യാത്ര. ശരീരഭാഷയിൽ കൃത്യമായി പണ്ട് പിണറായി പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞതുപോലെ പ്രതിസന്ധി വരുമ്പോൾ പാർട്ടി തീപ്പന്തമാകും എന്ന ആവേശമാണ് അക്ഷരാർത്ഥത്തിൽ തീർത്തിരിക്കുന്നത്. വലിയ ആവേശത്തിൽ ദിൽന പറഞ്ഞതുപോലെ പ്രതിസന്ധിയിലായപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകുന്ന ഒരു റോഡ് ഷോ ആയി ഇത് മാറുന്നു. അല്പസമയത്തിനകം തന്നെ പൊതുയോഗം തുടങ്ങും. പിണറായി എന്തു പറയുന്നു? ഈ വിവാദ വിഷയങ്ങളിൽ, പാർട്ടിക്കെതിരായ കടന്നാക്രമണത്തിൽ പിണറായിക്ക് എന്തു പറയാനുണ്ട്? ഇത്തരം ഘട്ടങ്ങളിൽ പഴയൊരു പാർട്ടി സെക്രട്ടറിയായി മുഖ്യമന്ത്രി മാറാറുണ്ട്. അതെന്തായിരിക്കും ഇന്ന് പറയുക എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ആവേശത്തിരയിളക്കിയുള്ള റോഡ് ഷോവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിൽന, റോഡ് ഷോയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിലെത്തിയത്. ധർമ്മടം മണ്ഡലത്തിൽ പ്രചാരണങ്ങൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കുകയാണ് മുഖ്യമന്ത്രി. അല്പസമയത്തിനകം തന്നെ പൊതുയോഗം ആരംഭിക്കും. അതിൽ മുഖ്യമന്ത്രി എന്തു പറയും എന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാർട്ടിക്കകത്തുണ്ടായ പൊട്ടിത്തെറി, അതിൽ മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ദീപക്, ഈ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി എന്ത് സംസാരിക്കും എന്നതിലേക്ക് തന്നെയാണ് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ഏത് രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കാനാണ് CPIM ശ്രമിക്കുന്നത് എന്നതിന്റെ കൂടി സൂചനയായിരിക്കും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം